ഇന്നപ്പം എഗ്ഗ് ബുർജിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില, ചെറുതായിട്ട് അരിഞ്ഞൊരു സവാള, ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഇത്രയും ചേർത്ത് കൊടുത്ത് ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. അധികം വഴന്ന് അങ്ങോട്ട് ബ്രൗൺ കളറാകാനൊന്നും നിൽക്കേണ്ട. ചെറുതായിട്ടൊന്ന് കളർ മാറി വരുമ്പോഴേക്ക് നല്ലൊരു പഴുത്ത തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് വാടി വരുമ്പോഴേക്ക് നമുക്കതിലേക്ക് ഈ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും ചേർത്ത് കൊടുത്ത് ചെറു തീയിൽ നമുക്ക് നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോഴേക്ക് നമുക്കിതിലേക്ക് 2 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിനൊപ്പം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കാം. നന്നായിട്ട് ചിക്കി വന്നതിന് ശേഷം, നന്നായിട്ട് ഡ്രൈ ആയി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ക്രഷ് ചെയ്ത കുരുമുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഒരുപാട് എരി വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഏറ്റവും ലാസ്റ്റ് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ കുരുമുളക് പൊടിയുടെ ഫ്ലേവർ ഒട്ടും പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഏറ്റവും ലാസ്റ്റിൽ ഞാൻ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ എഗ്ഗ് പൊരിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പം എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.